സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനം അടിയങ്ങൾക്ക് ഈ പകൽ സമയം ധാരാളമായി ഐശ്വര്യമായി നൽകി തരുവാൻ കർത്താവ് ഞങ്ങളോട് പ്രസാദിക്കുമാറാകണമേ. അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ ഉയർത്തണമേ. തിരുവചന കേൾവി അടിയങ്ങൾക്ക് ഏവർക്കും അത് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകണം. കേട്ടത് ശിക്ഷാവിധിക്ക് കാരണമാകുവാനിടയാകരുതേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അടിയങ്ങളിൽ പ്രവർത്തിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയതാകുന്ന ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതാകുന്ന വേദഭാഗം ദയവായിട്ട് നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ളതാകുന്ന തിരുവചന ഭാഗം. നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നും ചില ചിന്തകൾ നമുക്കൊന്നിച്ച് ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് ഈ ദിവസം മുതൽ വിശേഷാൽ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ച് തന്നിരിക്കുന്ന ഈ തിരുവചന ഭാഗമാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചിന്തിപ്പാനായി താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ലിനോ, കുഞ്ഞിനെ ഒന്ന് പിടിച്ച് അവിടെ ഇരുത്തിയര്. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം ദയവായിട്ട്. ഗലാത്യ ലേഖനം പൗലോസിൻ്റെ ആദ്യത്തെ ഒരു ലേഖനമായിട്ടാണ് കരുതുന്നത്. അതങ്ങനെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗലാത്യ ലേഖനം നന്നായി ഗ്രഹിപ്പാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് അതിന് പശ്ചാത്തലമായിട്ടിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ പൗലോസ് ശ്ലീഹായുടെ ആദ്യത്തെ മിഷണറി യാത്രയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അന്ത്യോക്യയിൽ നിന്നും, സിറിയയിലുള്ളതാകുന്ന അന്ത്യോക്യയിൽ നിന്നും പൗലോസും ബർന്നബാസും പുറപ്പെട്ട് പിസിദ്യ ദേശത്തുള്ളതാകുന്ന അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബെ എന്നീ പട്ടണങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് 13-14 അധ്യായങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ ഇനിയും അടുത്ത ആഴ്ചകളിൽ അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ പ്രാരംഭമായി ഈ കാര്യം മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ സഭകൾ എന്നറിയപ്പെടുന്നത് ഈ 4 പട്ടണങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഹൗസ് ചർച്ചസ് ആണ്, വീടുകളിലുള്ള സഭകളാണ് ഗലാത്യ സഭകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ദേശങ്ങളിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പൗലോസിന്റെ ആദ്യത്തെ മിഷണറി യാത്രയിലാണ് സഭകൾ ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ ലേഖനം എഴുതുന്നത് ഏകദേശം AD 48-49 ആ സന്ദർഭങ്ങളിലാണ്. പുതിയ നിയമത്തിലെ സകല ലേഖനങ്ങളും അല്ല, തിരുവെഴുത്തുകളെല്ലാം തന്നെ ഇറ്റ് വാസ് ഓൾവേസ് ഒക്കേഷൻഡ്. എന്താണെന്ന് ഞാൻ പറയാം. വെറുതെ ഒരു ലേഖനം എഴുതാനോ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതാനോ ആരും മെനക്കെട്ടില്ല. നേരെ മറിച്ച് വേദപുസ്തകത്തിലുള്ള സകല പുസ്തകങ്ങളും, വിശേഷിച്ച് പുതിയ നിയമത്തിലുള്ള ലേഖനങ്ങളും പ്രത്യേകമാകുന്ന ഒരു സാഹചര്യം സംജാതമായതുകൊണ്ട് മാത്രമാണ് എഴുതപ്പെട്ടത്. Either the writer or the recipient of the letter or the book to whom it was addressed, it always relates to that particular cultural or historical background. ആ പ്രത്യേകമാകുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരുവെഴുത്തുകളിലെ എല്ലാ എഴുത്തുകളും രചിക്കപ്പെട്ടിരിക്കുന്നത്. അത് പഴയ നിയമമായാലും അങ്ങനെ തന്നെ, പുതിയ നിയമമായാലും അങ്ങനെ തന്നെ. സങ്കീർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു സാഹചര്യമുണ്ട്. പ്രവചന പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സാഹചര്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നാൽ സുവിശേഷങ്ങൾ എഴുതപ്പെടാൻ ഒരു സാഹചര്യമുണ്ട്. ലേഖനങ്ങൾക്കും ഒരു സാഹചര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആ കാലങ്ങളിൽ എഴുതുക എന്നുള്ളത് വളരെ ശ്രമകരമാകുന്ന കാര്യം.
ശ്രമകരമാകുന്ന ഒരു കാര്യം വളരെ ബന്ധപ്പെട്ട് painstakingly, if somebody has to write it, it takes such a great motivation to write it. ഒരു പ്രത്യേക സാഹചര്യവും അങ്ങനെയുള്ളതാകുന്ന പ്രേരക ഘടകവും ഉള്ളതുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. അപ്പോസ്തലനായ പൗലോസും ഗലാത്യയിലുള്ള വിശുദ്ധന്മാരും അഭിമുഖീകരിച്ചതാകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ ലേഖനം എഴുതുവാൻ കാരണമായി തീർന്നത്. 1-ാം നൂറ്റാണ്ടിൽ ജാതികളുടെ അപ്പോസ്തലൻ എന്ന്, പ്രത്യേകിച്ച് ജാതികളെ കർത്താവിങ്കലേക്ക് ദൈവത്തിന്റെ ജനമായി വേർതിരിക്കുന്ന, ദൈവം ഏൽപ്പിച്ചതാകുന്ന ആ വലിയ പ്രവൃത്തിയിൽ വളരെ ധൈര്യത്തോടെ, വളരെ ബോധ്യത്തോടെ ഈ അപ്പോസ്തലൻ ജാതികളുടെ ഇടയിലേക്ക് കടന്നുപോയി. അപ്പോസ്തലന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി വിശേഷിച്ച് നമ്മൾ നോക്കിയാൽ, എല്ലാ സ്ഥലത്തും ആദ്യം അന്വേഷിക്കുന്നത് യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടോ എന്ന് അന്വേഷിക്കും. അവിടെ ചെന്നിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ മോശയും പ്രവാചകന്മാരും വായിച്ചു കഴിയുമ്പോൾ യഹൂദന്മാരുടെ പള്ളികളിൽ, സിനഗോഗിൽ ഉള്ളതാകുന്ന ഒരു പ്രത്യേക ക്രമമാണത്. പാഠം വായനയുണ്ട്. വേദഭാഗങ്ങൾ വായിക്കും, പരസ്യമായിട്ട് വായിക്കും. പ്രത്യേകിച്ച് മോശയും പ്രവാചകന്മാരും എന്ന് പഴയ നിയമത്തെ അവർ വിളിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന്, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും, പ്രവാചക പുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ നിന്നോ ഒക്കെ പാഠങ്ങൾ വായിക്കും. വായിച്ച ശേഷം ഒരു പ്രബോധനത്തിന് സമയമുണ്ട്. ആ പ്രബോധനത്തിന്റെ സമയത്ത് ദൈവവചനം ഉപദേശിപ്പാൻ സമർത്ഥരെന്ന് അവർക്ക് തോന്നുന്ന ചില സഹോദരന്മാരെ അവരതിനായി ഉപയോഗിക്കും. അങ്ങനെ സിനഗോഗുകളിൽ പൗലോസും ബർന്നബാസും പോയിരിക്കും. പാഠം വായന കഴിയുമ്പോൾ പള്ളിപ്രമാണി ആളയച്ചിട്ട് പറയും, സഹോദരന്മാരെ, സഹോദരന്മാരോട് വന്നുകൂടിയ ഈ പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലും പ്രബോധന വചനം ഉണ്ടോ? മിക്കവാറുമൊക്കെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, മിക്കവാറും എന്നല്ല, അന്നത്തെ പ്രസംഗമെല്ലാം തന്നെ അന്ന് വായിച്ചതാകുന്ന വേദഭാഗത്തെ ആസ്പദമാക്കിയായിരിക്കും. യഹൂദന്മാരുടെ പള്ളിയിൽ പഴയ നിയമ തിരുവഴുത്തിനെ ആധാരമാക്കിയിട്ട് യേശുവാണ് നമ്മൾ കാത്തിരുന്ന മിശിഹ എന്നും വീണ്ടെടുപ്പുകാരനെന്നും വളരെ കൃത്യമായി സമർത്ഥിക്കും. അത്രയുമൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമില്ല. എന്നാൽ അടുത്ത കാര്യം പറയുമ്പോഴാണ് പ്രശ്നം. അടുത്ത കാര്യം ഇതാണ്: ആ ക്രിസ്തു കഷ്ടമനുഭവിക്കണം. ആ ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് കടക്കണം. ഇവിടെ വരുമ്പോൾ യഹൂദന് പ്രശ്നമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിലും മറ്റും നമ്മൾ വായിക്കുന്നത്, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാരെന്നും അന്വേഷിക്കുന്നു, അടയാളം അന്വേഷിക്കുന്നു, അടയാളം കാണിക്കും. എന്നാൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് യവനന്മാർക്ക്, ജ്ഞാനികൾക്ക് ഭോഷത്വവും യഹൂദന്മാർക്ക് ഇടർച്ചയുമാണ്. ഈ ഇടർച്ചയും ഭോഷത്വവുമാകുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർ പ്രസംഗിക്കും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു കഴിയുമ്പം ചിലർക്കൊക്കെ ബോധ്യം വരും, ചിലരൊക്കെ നിന്ദിക്കാനായി തുടങ്ങും. അപ്പോൾ അപ്പോസ്തലന്മാര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഇനിയും ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ചന്തസ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും കൂടി വന്നവരോട് പ്രസംഗിക്കാൻ തുടങ്ങും. യഹൂദൻ അനേകം നൂറ്റാണ്ടുകളായിട്ട് അവരുടെ സ്വന്തമെന്ന് കരുതി രക്ഷയും മിശിഹായെ കുറിച്ചുമൊക്കെ അവര് കാത്തിരുന്നു. എന്നാൽ ഇത് ജാതികൾക്കുമുള്ളതാകുന്ന സുവിശേഷമാണെന്ന് ജാതികളോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. ജാതികളിൽ നിന്ന് ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളാകും. ഇത്
അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു ആവർത്തിച്ചുള്ള മാതൃകയാണ്. അങ്ങനെയുള്ളതാകുന്ന ഒരു സന്ദർഭത്തിൽ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ഒന്നിച്ചു കൂടി വന്ന സഭകളാണ്, ഹൗസ് ചർച്ചസ് ആണ് ഗലാത്യയിലുള്ള സഭകൾ. എന്നാൽ അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ മുൻപോട്ട് പോകട്ടെ. അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി, ഉപദേശപരമാകുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നം മറ്റൊന്നുമല്ല, യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ ന്യായപ്രമാണത്തിന്റെ പല പതിവുകളും ക്രമങ്ങളും വിടുവാൻ മനസ്സില്ല പലർക്കും. അതുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞു, ജാതികൾ രക്ഷിക്കപ്പെടുന്ന, ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ദാറ്റ് ജെന്റൈൽസ് ഷുഡ് ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ് provided they first be circumcised, then they can be added to the church. ജാതികള് ദൈവമക്കളാകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആദ്യം ജാതികൾ പരിച്ഛേദനയേറ്റ് യഹൂദന്മാരാകണം. അതിന്റെ ശേഷം അവരെ സഭയിൽ ചേർത്ത് കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് ഉപദേശിച്ചുകൊണ്ട് യഹൂദ മത അനുസാരികളാകുന്ന അനവധി പേർ പിസിദ്യ ദേശത്തുള്ള അന്ത്യോക്യയിലേക്കും ഇക്കോന്യ, ലുസ്ത്ര, ദർബ എന്ന ഈ പട്ടണങ്ങളിലേക്ക് വന്ന് ഉപദേശ വിരുദ്ധമാകുന്ന വിഷയങ്ങളെ ഈ ദൈവജനത്തോട് പറഞ്ഞ് അവരുടെ ഹൃദയത്തെ ചഞ്ചലിപ്പിച്ചു. അനേക വിശുദ്ധന്മാർ ഇത് ശരിയാകും എന്ന് ധരിച്ച് ഇവർ പറഞ്ഞത് കേട്ട് പരിച്ഛേദന ഏൽക്കുവാനും ന്യായപ്രമാണത്തിന്റെ കർമ്മങ്ങൾ ആചരിച്ച് രക്ഷപ്പെടാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വന്നു. ഈ പ്രത്യേക സന്ദർഭത്തിലാണ് when Paul saw the gospel of free grace is at stake, he was so moved, he was so enraged with that anger by the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്റെ ഹൃദയത്തിൽ ഉണ്ടായ ആ വലിയ ക്ഷോഭം താൻ പേന എടുത്ത് എഴുതുന്ന വാക്കുകളാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തിന്റെ ആകെ തുക എന്ന് പറഞ്ഞത് ക്രൈസ്റ്റ് ആൻഡ് ഹിം ഓൺലി. അവര് പറഞ്ഞത് ക്രൈസ്റ്റ് പ്ലസ് സംതിങ്. പൗലോസ് പറഞ്ഞു ക്രൈസ്റ്റ് പ്ലസ് നത്തിങ്, ക്രൈസ്റ്റ് ഈസ് ഇനഫ്. അവര് പറഞ്ഞു ക്രിസ്തുവും അതിന്റെ കൂടെ ചിലതും കൂടെ. പൗലോസ് പറഞ്ഞു അല്ല, ക്രിസ്തു മതി, അവൻ സമ്പൂർണനാണ്, അവൻ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനാണ്. ക്രിസ്തുവിന്റെ ആ മഹാത്മ്യം ഈ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കൃപയാലുള്ള രക്ഷ, കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷ. ആ രക്ഷയെക്കുറിച്ച് ഈ വിശുദ്ധന്മാർക്ക് താൻ എഴുതുമ്പോൾ പ്രാരംഭമായിട്ട് താൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചത്. ഈ വാക്കുകൾ വളരെ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് സോ പെർട്ടിനന്റ്, ഇറ്റ് ഈസ് സോ മച്ച്, വളരെ വളരെ നമുക്കും പ്രസക്തമാകുന്ന വാക്കുകളാണ്. കാരണം അന്നെന്ന പോലെ ഇന്നും ക്രമേണ നമ്മുടെ പരമാർത്ഥ മനസ്സിനെ നിർമ്മലമാകുന്ന സുവിശേഷത്തിൽ നിന്നും അകറ്റുന്ന ഒരുപാട് പാഷാണ ഉപദേശങ്ങൾ ദൈവസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തു മാത്രം, മറ്റൊന്നും വേണ്ട. ക്രിസ്തു സമ്പൂർണന, അവൻ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തന. അവന്റെ ക്രൂശും മരണം സമ്പൂർണമാണ് നമ്മെ രക്ഷിപ്പാൻ. അവന്റെ ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ദൈവമക്കളാകുന്നത്. അവന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നാം സ്വർഗത്തിലേക്ക് പോകുന്നത്. ക്രിസ്തു മാത്രം, അവൻ സമ്പൂർണനാണ്. അവിടുത്തെ പാപ പരിഹാര ബലിയെ കുറിച്ച് പൗലോസ് പറയുന്ന വാക്കുകളാണ് പ്രാരംഭമായിട്ട് നമ്മൾ വായിക്കുന്നത്. എന്താണ് ക്രിസ്തുവിന്റെ പാപ പരിഹാര ബലിയുടെ സവിശേഷത? ഒന്നാമതായിട്ട് നാം ആ ഭാഗം ശ്രദ്ധിച്ചാൽ
പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഒന്ന്, പിതാവായവന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിന്റെ ഇഷ്ടപ്രകാരം ക്രിസ്തു തന്നെ ഒരു പാപ പരിഹാര ബലിയാക്കി. ക്രിസ്തുവിന്റെ പാപ പരിഹാര ബലി യാഗമെന്നുള്ളത് ഒന്ന്, അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. പിതാവാകുന്ന ദൈവം നിത്യതയിൽ തന്നെ എന്നെയും നിങ്ങളെയും അവിടുത്തെ മക്കളാക്കുവാൻ നമ്മുടെ അപ്പച്ചന് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തോന്നിയത് കാൽവറിയിൽ തന്റെ പുത്രനിൽ നിവർത്തിച്ചു. അവിടുന്ന് പാപത്തിന്റെ പരിഹാരമാകുന്ന യാഗമായി തീർന്നു. യേശുവിന്റെ പാപ പരിഹാര ബലിയിൽ കൂടെ അല്ലാതെ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ പാപ പരിഹാര ബലിയായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്തായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം? നമ്മളെ കേവലം നമുക്ക് പാപത്തിന്റെ പരിഹാരം വരുത്തുക, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എങ്ങനെയും ഒക്കെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എങ്ങനെയും ഒക്കെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ, അതിനുവേണ്ടി മിനിമമായിട്ട് എന്നൊക്കെ ചെയ്യാൻ കഴിയുമോ ആ മിനിമം കാര്യങ്ങളൊക്കെ ചെയ്യുക. രക്ഷിക്കപ്പെടണോ? രക്ഷിക്കപ്പെടാം. അതെങ്ങനെയാ? എഴുന്നേറ്റൊന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി. സ്നാനപ്പെടണോ? സ്നാനപ്പെടാം. അതെങ്ങനെയാ? ഒന്ന് മുങ്ങിയേച്ചാ മതി. ഉപദേശി വന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് മുക്കും. അപ്പൊ രക്ഷിക്കപ്പെട്ടു. പിന്നെ സ്നാനപ്പെട്ടു. പിന്നെ ഇനി എന്തുവാ? അഭിഷേകം പ്രാപിക്കണം. അതിനെന്നാ വഴി? അതിന് പ്രത്യേക വഴികളുണ്ട്. അതും ചെയ്യും. മിനിമം പരിപാടികളെല്ലാം ചെയ്തു. ഇനി എങ്ങോട്ട് പോകാനിരിക്കുക? സ്വർഗത്തിൽ പോകാനിരിക്കുക. വാക്യമുണ്ടല്ലോ, എന്താ? പൗലോസ് തന്നെ പറഞ്ഞല്ലോ, എങ്ങനേലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. എങ്ങനേലും ഒന്ന് രക്ഷപ്പെടണം. somehow or other ഒന്ന് രക്ഷപ്പെടണം. എന്റെ പ്രിയരെ, ഇതിനു വേണ്ടിയിട്ടല്ല പുത്രനെ തകർത്തത്. ഇതിനു വേണ്ടിയിട്ടല്ല പുത്രൻ പാപ പരിഹാര ബലിയായത്. ഇതിനു വേണ്ടിയിട്ടല്ല പിതാവിന് ഇഷ്ടം തോന്നിയത്. മിനിമം കാര്യങ്ങൾ ചെയ്ത് എങ്ങനേലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെ ഉണ്ടാക്കാനല്ല കാൽവറി ഒരുക്കിയത്. കാൽവറി ഒരുക്കിയത് നിശ്ചയമായിട്ടും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ്. നിശ്ചയമായിട്ടും സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാനാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. നിശ്ചയമായിട്ടും പാപ പരിഹാരത്തിനും നിശ്ചയമായിട്ടും സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകുവാനുമാണ്. എന്നാൽ കാൽവറിയിലെ ഉദ്ദേശം അതുകൊണ്ട് തീരുന്നില്ല. മറ്റൊരു കാര്യം പൗലോസ് പറയുന്നു, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനും കൂടെയാണ് കാൽവറി ഒരുക്കിയത്. എന്താ അതിന്റെ അർത്ഥം? അത് വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് എങ്ങനെയാ വാക്യം എഴുതിയേക്കുന്നത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കിക്കേ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ലോകത്തിൽ നിന്ന് എങ്ങനെയും അങ്ങ് രക്ഷപ്പെടുക. പക്ഷെ അങ്ങനെയല്ല. കാരണം കർത്താവ് പ്രാർത്ഥിച്ചത് എന്താ? പിതാവേ, ഇവരെ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, പിന്നെന്തുവാ? ദുഷ്ടൻ തൊടാതെ വണ്ണം ഇവരെ. അത് മാത്രമല്ല, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്
നിങ്ങൾ എന്താകുന്നു? ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെന്താ? ഉപ്പുമാകുന്നു. അപ്പൊ നമ്മൾ ലോകത്തിൽ തന്നെ ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ വെളിച്ചമാണ്. ഈ ലോകത്തിൽ നമ്മൾ ഉപ്പാണ്. ഈ ലോകത്തിൽ ദുഷ്ടൻ തൊടാതെ വണ്ണം ദൈവം നമ്മെ കാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ് ക്രൂശ് ഒരുക്കിയതെന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? അത് മനസ്സിലാകാൻ അല്പം വിശദീകരണം ആവശ്യം. യോഹന്നാൻ അപ്പോസ്തലനാണ് ലോകമെന്നുള്ള പദം ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഏകദേശം 105 പ്രാവശ്യം യോഹന്നാൻ അപ്പോസ്തലൻ ലോകം എന്ന പദം, 105 പ്രാവശ്യം ലോകം എന്ന പദം യോഹന്നാൻ അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് 47 പ്രാവശ്യം ലോകമെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ലോകമെന്ന് ഈ അപ്പോസ്തലന്മാര് ഉപയോഗിച്ചപ്പോൾ, ആ പദം ഉപയോഗിച്ചപ്പോൾ പല സന്ദർഭങ്ങളിലും ലോകമെന്നുള്ള പദത്തിന്റെ അർത്ഥം വ്യത്യസ്തമായിരുന്നു. ഉദാഹരണത്തിന് ലോകമെന്ന പദം ഭൂമിക്ക് പര്യായ പദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകമെന്ന പദം ഭൂമിയിലുള്ള മനുഷ്യരുടെ പര്യായമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് കൊണ്ടുവന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും. ഒരു പെൻസിൽ എടുക്കണം, പേന എടുക്കണ്ട, കാരണം ബൈബിൾ അങ്ങ് വൃത്തികേടാകാതിരിക്കാൻ. ഒരു പെൻസിൽ എടുത്തിട്ട് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു മച്ച്. എന്നാൽ ഒരധ്യായം 17-ാം അധ്യായം ഒന്ന് എടുക്കുക. പോയിട്ട് 17-ാം അധ്യായത്തിൽ ലോകം, ലൗകികൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആദ്യം ഒന്ന് വായിക്കണം. വായിച്ചു വരുമ്പോൾ അന്നേരം ഒന്നും ചിന്തിക്കണ്ട, ഓരോ പ്രാവശ്യം ലോകമെന്നുള്ള പദവും അതിന്റെ പര്യായ പദവും വരുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. രണ്ടാമത് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ അല്പം കൂടെ സീരിയസ് ആയിരിക്കണം. ഈ ലോകമെന്ന പദം ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏതൊക്കെ അർത്ഥത്തിലാണെന്ന് ഒന്ന് ചിന്തിക്കണം. അതിന്റെ 17-ാം അധ്യായത്തില് 4-ാം വാക്യത്തിൽ ആദ്യം ഭൂമി എന്ന് പറയുന്നത്, അടുത്ത വാക്യം ലോകം എന്നാ പറയുന്നത്. ലോകം ഉണ്ടാകുന്നതിന് മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അപ്പൊ ഭൂമിയും ലോകവും തമ്മിൽ അവിടെ വ്യത്യാസം എന്താ? ഭൂമി എന്നുള്ള ഗോളം എന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത്, ആ സകല ലോകത്തെയും കൂടെയാ ഉദ്ദേശിച്ചത്. ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അത് കഴിഞ്ഞ് അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. അപ്പോൾ അർത്ഥം വ്യത്യാസം വരിക. അവർ ലോകം, അവിടെ അർത്ഥമാക്കുന്നത് ഉരുണ്ട ഗോളമാകുന്ന ഭൂമിയല്ല. അല്പം കൂടെ വ്യത്യാസം അവിടെയുണ്ട്. പിന്നെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ഭൂമിയിൽ ഇരിക്കുന്നില്ല. ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഇവർ ഭൂമിയിൽ തന്നെ ഉണ്ട്. എന്നാൽ താഴോട്ട് വരുമ്പോൾ ഞാൻ പല കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ അതിന്റെ 14-ാം വാക്യം, ഞാൻ ലൗകികനല്ലാത്തതുപോലെ വായിച്ചേ. അവിടെ വരുമ്പം ലോകമെന്ന പദം തന്നെയാ ഉപയോഗിച്ചേക്കുന്നെങ്കിലും അർത്ഥം വ്യത്യാസം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവര് ഭൂമി താമസിക്കുന്നവരല്ലെന്നാണോ? അങ്ങനെയല്ല. ഇവർക്ക് മറ്റു മനുഷ്യരെ പോലെ കൈയും കാലും ഇല്ലെന്നാണോ? അങ്ങനെയല്ല. മറ്റു മനുഷ്യരെ പോലെയാ.
ഇവര് ഭൂമി താമസിക്കുന്നവരാ, പക്ഷെങ്കിൽ ഇവർക്കൊരു വ്യത്യാസമുണ്ട്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികരല്ല. 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചെന്നെഴുതി. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം, ഓർമ്മ ശരിയെങ്കിൽ 9-ാം വാക്യം, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. 2 ഒരേ പദം ഉപയോഗിച്ചേക്കുന്നത്. ആദ്യം ലോകത്തെ സ്നേഹിച്ചു. തിമോഥെയോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ലോകവും 2-ാമത്തെ ലോകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞ ലോകവും 2-ാമത് പറഞ്ഞ ലോകവും വളരെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എന്താ ലോകം അവർക്ക് യോഗ്യമാകാതിരുന്നത്? അതിന്റെ കാരണം, ഈ ലോകത്തിന് ഒരു പ്രഭുവുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. അപ്പോൾ ലോകം ഞാൻ, ലോകം ഇവർ ലൗകികരല്ല. ഈ ലോകത്തിനൊരു പ്രഭുവുണ്ട്. ഈ ലോകം ദൈവത്തിന്റെ ജ്ഞാനം അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ നിന്നും അവരെ വിടുവിക്കുവാനാണ് യേശു മരിച്ചതെന്ന് പൗലോസ് പറയുമ്പോൾ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ലോകത്തിന്റെ വ്യവസ്ഥിതിയും ലോകത്തിന്റെ ചിന്തയും ലോകത്തിന്റെ നടപ്പും ലോകത്തിന്റെ തത്വങ്ങളും ദൈവസഭയിലേക്ക് കടന്നു കയറുന്നതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് പറയുക, ക്രൂശാണ് അതിന് പരിഹാരം. ലോകത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കണമെങ്കിൽ ക്രൂശിലേക്ക് നോക്ക്. ദൈവസഭയിൽ ലോകം കയറുക. എന്നാൽ ദൈവമക്കളുടെ സവിശേഷത എന്താണെന്നറിയാമോ? അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവര് മറ്റൊരു ലോകത്തിലാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചവർ. എബ്രായർ 6:4 മുതലുള്ള വാക്യങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാൽവറിയിൽ യേശുവിന്റെ മാറ് പിളർന്നത് കൊണ്ട് ഈ ലോകത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ വരാനുള്ള ലോകത്തിന്റെ ശക്തിയിൽ ഇവിടെ ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന്റെ ചിന്തകളും ഈ ലോകത്തിന്റെ തത്വവും ഈ ലോകത്തിന്റെ ആഡംബരവും ഈ ലോകത്തിന്റെ ചിന്താഗതികളും ഒരു വിശുദ്ധനെ കവർന്നു കളയാതെ അവൻ നിത്യരാജ്യത്തിലേക്ക് വരുവാനുള്ള ലോകത്തിലേക്ക് പ്രവേശിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് യേശുവിനെ ക്രൂശിൽ തകർത്തത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഭക്തിയോടും വിശുദ്ധിയോടും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് വേണം ക്രൂശിക്കപ്പെട്ടവനെ പിന്തുടരുന്ന ദൈവജനം ഇവിടെ ജീവിപ്പാൻ. എനിക്കറിയാം ഈ വാക്കുകൾ വളരെ കഠിനമുള്ള വാക്കുകളാണ്. ബട്ട് ദെൻ ഫലമുള്ളതിനൊക്കെ കഠിന പ്രയത്നം ആവശ്യം.
എൻ്റെ പ്രിയരെ, നമ്മളാരും ചിന്തിക്കരുത് ഇവിടെ എങ്ങനെയും ഒക്കെ ജീവിച്ചേച്ച് കാഹളം ധ്വനിക്കുമ്പോൾ അങ്ങ് എടുക്കപ്പെടുമെന്ന്. നോ. ഇവിടെ ജീവിക്കുമ്പോൾ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. കാരണം ഈ ദുഷ്ടലോകത്തിൽ നിന്നും, ആ ദുഷ്ടൻ അധിപതിയായിരിക്കുന്ന ആ വ്യവസ്ഥിതിയിൽ നിന്നും, ആ സിസ്റ്റത്തിൽ നിന്നും നമ്മെ വിടുവിച്ചിട്ട് ദൈവത്തിന്റെ മക്കളാക്കി ഈ ഭൂമിയിൽ ജീവിപ്പാനാണ് കാൽവറിയിൽ പുത്രനെ തകർത്തത്. അങ്ങനെയെങ്കിൽ നാം അങ്ങനെ ഇവിടെ ജീവിക്കുമ്പോൾ ഈ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? നമ്മളെല്ലാം അങ്ങ് വിട്ട് സർവാംഗ പരിത്യാഗികളാകുക എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല. അങ്ങനെയല്ലെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, എൻ്റെ പ്രിയരെ, കർത്താവുമായിട്ടുള്ള ഊഷ്മളമാകുന്ന സമൃദ്ധമാകുന്ന ആ ജീവൻ ഓരോ ദിവസവും അനുഭവിച്ച് ദൈവകൃപയിൽ ആത്മനിറവിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് തടസ്സമാകുന്ന സകലതിനെയും നമ്മൾ മനഃപൂർവമായി മാറ്റി വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. എന്നാൽ കിരീടം ലഭിക്കാൻ പോകുന്നത് ആർക്കാണെന്നറിയാമോ? അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. അവന്റെ പ്രത്യക്ഷതയെ സ്നേഹിക്കുന്നവർക്കാണ് കിരീടം. എന്നാൽ വേറൊരുവൻ എന്ത് ചെയ്തു? ലോകത്തെ സ്നേഹിച്ചെന്നെ വിട്ടുപോയി. ഈ ദുഷ്ടലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നല്ലോ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. യെസ്, നോക്കുക, ലോകത്തെയും അതിലുള്ളതിനെയും എന്ത് ചെയ്യരുത്? സ്നേഹി എന്ന് പറഞ്ഞാൽ എന്നാ എൻ്റെ പ്രിയരെ? ഞാൻ മനസ്സിലാകുന്നത് ഭാഷയിൽ പറയാം. ലോകക്കാരുടെ ചിന്താഗതിയുണ്ട്, ലോകക്കാര് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാനും ചിന്തിക്കാനും ഒരു വിശുദ്ധന് പ്രമാണമില്ല. നമ്മുടെ ജോലി ചെയ്യുന്നയിടത്തും, നമ്മൾ പഠിക്കുന്നിടത്തും, നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോഴും, നമ്മൾ എവിടെയാണെങ്കിലും. എന്നാ ഇന്ന് പറ്റിയേക്കുന്ന കുഴപ്പം എന്നാന്നറിയാമോ? പലരും പറയുന്നത്, ഓ അവൻ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഓ അവൻ പെന്തക്കോസുകാരനാണോ, എന്നാ പിന്നെ അവൻ്റെ കൂടെ ഒരു ഡീലും ചെയ്യാൻ കൊള്ളാവുന്നവനല്ലെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെന്തക്കോസ്തുകാര് ചിലരെ, ഞാൻ പറയുന്നത് വളരെ സങ്കടത്തോടാ പറയുന്നത്, ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിലരെ സ്വാധീനിക്കാൻ അവർ കള്ള് കുടിക്കുകയല്ലെന്നാ പറയുന്നത്. പക്ഷെ കള്ള് മേടിച്ച് കൊടുത്ത് കാര്യം സാധിക്കാൻ അവർക്ക് ഭയങ്കര ഉത്സാഹമാണ്. നാട്ടിലെ കാര്യമല്ല പറയുന്നത്, ഇവിടുത്തെ കാര്യം പറയുന്നത്. പ്രിയരെ, ഞാനൊന്നേ കുടിക്കുന്നില്ല, ഞാൻ കുടിക്കുകയൊന്നുമില്ല. പക്ഷെങ്കിൽ പ്രൊജക്ട് മാനേജറെ സ്വാധീനിക്കാൻ കുപ്പി വേണമെങ്കിൽ മേടിച്ചൊക്കെ വേണ്ടതുപോലൊക്കെ ചെയ്തേക്കാം. നോ, എൻ്റെ പ്രിയരെ, ഒരു കാലത്ത് നമ്മൾ നിഷിദ്ധമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ലിവിംഗ് റൂമിനകത്ത് ഉള്ളിലുണ്ട്. ഞാനൊരു കർത്താവിൻ്റെ ദാസനെ കുറിച്ച് കേട്ടു. ഒരാൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, അദ്ദേഹം പോയി ഒരു TV മേടിച്ചു. അത് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴാ, TV മേടിക്കുന്നത് തെറ്റോ ശരിയോ, അത് ഇറ്റ് ഈസ് അപ് ടു യു. പിന്നെ ഒരു കാര്യം പറയാം,
കണ്ണിടർച്ച വരുത്തെങ്കിൽ അതിനെ ചൂന്ന് കളയാനാ കർത്താവ് പറഞ്ഞു. TV-യിലെ പ്രോഗ്രാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വരുന്നതും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതാ ഓർമ്മ വരുന്നെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, അറുത്തുകള, കണ്ണ് ചൂഞ്ഞെടുത്തുകള, അതാ കർത്താവ് പറഞ്ഞു. കൈ വെട്ടിക്കള. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാ. അത് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നപ്പം അതിന്റെ കാർട്ടന് മുകളിൽ എഴുതിയേക്കുന്ന ഒരു ക്യാപ്ഷൻ, ദ വേൾഡ് ഇൻ യുവർ ലിവിംഗ് റൂം. ദ വേൾഡ് ഇൻ യുവർ ലിവിംഗ് റൂം. ലോകം നിങ്ങളുടെ സന്ദർശന മുറിയിൽ. ഇതാ അദ്ദേഹം കണ്ടത്. പ്രിയമുള്ളവരെ, ഞാനിതൊരു ഉദാഹരണമായിട്ട് പറയുക, അതിന്റെ തെറ്റോ ശരിയോ അല്ല പറയുന്നത്. TV മേടിച്ചുകൊണ്ട് തെറ്റാണെന്നോ പാവാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഞാനിങ്ങനെ അറിഞ്ഞു. ആ ഓർഡർ ക്യാൻസലാക്കി തിരിച്ചയച്ചു. അദ്ദേഹം മറ്റൊന്നുമല്ല ചെയ്തത്. ദ വേൾഡ് ഇൻ യുവർ ലിവിംഗ് റൂം എന്ന് കണ്ടപ്പം ദൈവവചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, പിശാച് ലോകത്തെ നമ്മുടെ ഉള്ളിലാക്കാൻ, ഇത് ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞ്, നമുക്ക് ഓരോരുത്തർക്ക് അറിയാം എന്തുകൊണ്ടാണ് പിശാച് ലോകത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നതെന്ന്. എന്തുവാകട്ടെ, ലോകത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ പിശാച് കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളും മനസ്സിലാക്കി അതിനോട് നോ എന്ന് പറയാനുള്ള ദൈവകൃപ ക്രൂശ് നിമിത്തം നമ്മുടെ ഉള്ളിൽ തന്നേക്ക്. അതുകൊണ്ടാണ് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനും കൂടെയാണ് പുത്രനെ തകർത്തത് ക്രൂശിൽ. പുത്രനെ തകർക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അതുകൊണ്ട് ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ലോകവും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്താ അതിന്റെ അർത്ഥം? ഈ ലോകം അതിന്റെ സകല മോഹങ്ങളുമായിട്ട് ഒഴിഞ്ഞു പോകുകയാണ്. നിലനിൽക്കുന്നതല്ല ഈ വ്യവസ്ഥിതി. ഈ സന്തോഷം നിലനിൽക്കുന്നതല്ല. ഇത് താൽക്കാലികമാണ്. ഇന്ന് കണ്ട സീരിയലിന്റെ ബാക്കി നാളെ കണ്ടില്ലേ സന്തോഷമില്ല. നാളെ കണ്ടത് അടുത്ത ദിവസം തുടർന്നില്ലേ സന്തോഷമില്ല. എന്നാൽ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത് ദൈവ സാന്നിധ്യം മാത്രമാ. അത് നമ്മൾ മറന്നു പോകരുത്. നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. ഈ പരിപൂർണത ദൈവ സാന്നിധ്യത്തിലേ ഉള്ളൂ. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇതൊഴിഞ്ഞു പോകുന്നതാകൊണ്ട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ പറയാം നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന്. നമ്മുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ടേക്കുന്ന ബാങ്ക് ഒരു മാസത്തിനുള്ളിൽ പൂട്ടാൻ പോകുകയാണെന്ന് ഒരു ന്യൂസ് ഇവിടെ കിട്ടുകയെന്നിരിക്കട്ടെ. എന്റെ ചിന്തയിൽ നിങ്ങളൊക്കെ എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ പോവും. പെട്ടെന്ന് എന്ന് ഉള്ളത് അവിടുന്ന് വലിച്ച് പലിശ കുറവുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വല്ലതും ഇടുമെന്നാ എന്റെ ചിന്ത. എനിക്കറിയത്തില്ല, ഞാനന്നേ അങ്ങനെ ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലായിരിക്കും, ആയിട്ടുണ്ടോ? ഞാനന്നേ ചെയ്യും. കാരണം അത് ഒരു മാസം കൊണ്ട് പൂട്ടാൻ പോകുകയാ. എന്റെ സമ്പത്ത് അവിടെ കിടന്നാൽ ഇത് നഷ്ടപ്പെടാൻ പോകുകയാ. അങ്ങനെയെങ്കിൽ ലോകത്തോടുള്ള ഭക്തന്റെ മനോഭാവം ഇതായിരിക്കണം. ഇത് പൂട്ടാൻ പോകുക കേട്ടോ. ഇത് പൂട്ടിക്കെട്ടാൻ പോകുകയാ. ഇവിടുത്തെ സകല സന്തോഷവും ഇതിന്റെ സകല മോഹങ്ങളും നിമിഷം കൊണ്ട് മാറാൻ പോകുകയാ. എന്നാൽ ഇളകാത്തതാകുന്ന ഒരു രാജ്യം വരുന്നു. ഇതൊക്കെ ഇളകുന്നതാ. എന്നാൽ ഇളകാത്ത ലോകം വരുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുവാറ് ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. മാത്രമല്ല, ഇവിടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ വേറൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. എന്താ അതിന്റെ അർത്ഥം?
വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിച്ച് ഇവിടെ ജീവിക്കാൻ തുടങ്ങാമെങ്കിൽ ദൈവനാമം മഹത്വപ്പെടാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവന്റെ നാമം മഹത്വപ്പെടാൻ തുടങ്ങും. അവന്റെ ഇഷ്ടവും അവന്റെ മഹത്വവും നമ്മുടെ കൺസേൺ ആകും. പ്രിയമുള്ളവരെ, വരുവാനുള്ള ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവനാകുന്ന കർത്താവ് കാണിച്ചു തന്ന മാതൃകയെ നമുക്ക് പിൻപറ്റാം. പിതാവേ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികനല്ലെന്ന് എന്നെയും നിങ്ങളെ കുറിച്ച് നമ്മുടെ അപ്പച്ചന്റെ സന്നിധാനത്തിൽ നമ്മുടെ അരുമനാഥൻ പക്ഷവാതം കഴിക്കുമ്പോൾ ധൈര്യത്തോടെ പറയാൻ നമ്മെ കുറിച്ച് കഴിയണം. ഇവരും ലൗകികരല്ല, അതുകൊണ്ട് ദുഷ്ടൻ തൊടാതെ വണ്ണം ഇവരെ കാക്കേണമേ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ ഇഷ്ടങ്ങളും ലോകത്തിന്റെ ഇംഗിതങ്ങളും നമ്മുടെ വിരുദ്ധ തെറ്റിപ്പാനിടയാകരുത്. കാരണം യേശു മരിച്ചത് വരുവാനുള്ള ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമല്ല, ഈ ദുഷ്ടലോകത്തിൽ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ച് നമ്മൾ ജീവിക്കുകയും ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാനും കൂടെയാ. ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ആ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ വിമുക്തമാക്കുവാൻ ക്രൂശ് മതിയായതാ, യേശു മതിയായതാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ഈ ലോകത്തിന്റെ ചിന്താഗതികളിൽ നിന്ന് എന്നെ വിടുവിച്ച് എനിക്ക് ജയം തരുവാൻ, എനിക്ക് വിശുദ്ധിയോടെ ജീവിപ്പാൻ, എനിക്ക് വിജയകരമായി നിത്യതയെ ലാക്കാക്കി ലക്ഷ്യത്തോടെ ഓടുവാൻ ക്രൂശ് മതിയായതാ, യേശുവിന്റെ രക്തം മതിയായതാ. അതെന്റെ ഹൃദയത്തിൽ തളിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ